സംസ്ഥാനത്ത് ആദ്യമായി നടന്ന കലോത്സവത്തിലെ വിജയികളിൽ ഒരാളെന്ന ആ സന്തോഷവും അഭിമാനവും രാമചന്ദ്രൻ ഇന്നും കൈവിട്ടിട്ടില്ല. 1957 നമ്മുടെ കൊച്ചു കേരളത്തിൽ ആദ്യമായി സ്കൂൾ കലോത്സവം നടക്കുന്നത്. അന്ന് അത് യുവജനോത്സവമാണ്. അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന ശ്രീ CS വെങ്കടേശ്വരൻ സാറ് വലിയ കലയിൽ വലിയ താല്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹമാണ് ഇങ്ങനെ കുട്ടികൾക്കുള്ള ഈ കലാവാസനയെ പോഷിപ്പിക്കാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്താലോ എന്ന് DEOമാരോടും ഹെഡ് മാസ്റ്റർമാരോടും ഒക്കെ ചോദിച്ച് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അതിൻ്റെ നടത്തിപ്പിനായി അന്നത്തെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന അപ്പൻ തമ്പുരാൻ സാറിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സ്കൂൾ കലോത്സവത്തിലെ ആദ്യ വിജയികളിൽ ഒരാളുടെ കഥ അവിടെ അവസാനിച്ചില്ല. കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ 1961, 62, 63 എന്നീ വർഷങ്ങളിൽ ഹാട്രിക് 1ാം സമ്മാനം. ഡൽഹിയിൽ വെച്ച് നടന്ന ഇന്റർ യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിലും അഖിലേന്ത്യാ തലത്തിൽ 1ാം സമ്മാനം. സംസ്ഥാനത്തെയും രാജ്യത്തെയും വിവിധ വേദികളിൽ മൃദംഗത്തിൽ താളവിസ്മയം തീർക്കുന്ന രാമചന്ദ്രനെയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. യേശുദാസ്, P. ലീല, പത്മഭൂഷൺ TV ശങ്കരനാരായണൻ, പത്മശ്രീ നെയ്യാറ്റിങ്കര വാസുദേവൻ തുടങ്ങിയ പല പ്രഗത്ഭർക്കൊപ്പവും രാമചന്ദ്രൻ വേദി പങ്കിട്ടു. കേരളത്തിന്റെ വൈവിധ്യമേറിയ കലാഭൂപടത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമായി രാമചന്ദ്രൻ മാറി. സംഗീത നാടക അക്കാദമി പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങളും രാമചന്ദ്രനെ തേടിയെത്തി. ഞാൻ വളരെ ആരാധിച്ചിരുന്ന ഒരു കലാകാരനാണ് ശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി സാറ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കണം എന്ന് വലിയൊരു മോഹമായിരുന്നു. അതിനുവേണ്ടി ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അന്നെനിക്ക് 15-16 വയസ്സേ ഉള്ളൂ. അന്ന് തിരുവനന്തപുരത്ത് ആർട്സ് കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ച് എൻ്റെ ഉപരിപഠനം അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു. 69 വർഷങ്ങൾക്കിപ്പുറം കേരളത്തിന്റെ സ്വന്തം കലാമാമാങ്കം ഇത്രയേറെ വൈവിധ്യകരമായി മാറിയതിലും രാമചന്ദ്രന് വലിയ സന്തോഷമാണ്. കുട്ടികൾ എല്ലാ ഉയരങ്ങളും കീഴടക്കണമെന്നാണ് പറയാനുള്ളത്. ആദ്യ കലോത്സവത്തിലെ വിജയികളിൽ ഒരാളായ, പിന്നീട് മൃദംഗത്തിൽ ഇനി അറിയപ്പെടാൻ ഒന്നുമില്ലാത്തത്ര ഉയരം കീഴടക്കിയ രാമചന്ദ്രൻ വേദികളിൽ നിന്ന് വേദികളിലേക്ക് യാത്ര തുടരുകയാണ്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ സുധിയോടൊപ്പം GR വെങ്കടേശ്വരൻ ഇൻ റിപ്പോർട്ടർ.